പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ പ്രാർത്ഥന നമ്മുടെ ദേശത്ത് ചൂട് കൂടുകയും വിഷജന്തുക്കളൊക്കെ കുഞ്ഞുങ്ങളെ വരെ കൊത്തിക്കൊല്ലണവരെ വളരെ ദുരിതപൂർണവും, പിന്നെ നമ്മുടെ ദുരന്തങ്ങളില്ലേ, അതായത് കൃപാസന മാതാവ് 2004 ഡിസംബർ 7 പ്രത്യക്ഷപ്പെടുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അപ്പം ചില ദുരന്തങ്ങൾ നമുക്ക് നിവാരണം ചെയ്യണതിനും പറ്റത്തില്ല, പ്രാർത്ഥിച്ചാണ്, ദൈവമാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഈ പടക്ക ദുരന്തമില്ലേ, എത്ര 15 പേരല്ലേ മരിച്ചുപോയി. അതൊക്കെ ഒരു ഓർത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ മിണ്ടാൻ പറ്റുന്ന കുറച്ച് നേരത്തെ. ആ കുടുംബത്തിൻ്റെ അനാഥത്വവും, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആളിന് പകരം കാശുണ്ടായിട്ട് കാര്യമില്ല. ആൾ തന്നെയാണ് ശരിക്കും. അത് പോകുമ്പോൾ നമ്മൾ അറിയത്തുള്ളൂ. അപ്പോൾ ഉള്ളവർ ദൈവത്തിനെ ഒപ്പിച്ച് ജീവിക്കുകയും എളിമപ്പെട്ട് ജീവിക്കുകയും നമ്മുടെ നാടിൻ്റെ എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും നാട് രക്ഷപ്പെടണം. ചൂട് എല്ലായിടത്തും ചൂടായി. ഇപ്പം സൂര്യാഘാതം കുഴഞ്ഞു വീണും മരിക്കുന്നവരും അന്തരീക്ഷത്തെ കർത്താവിന്റെ തിരുസേനയെ സമർപ്പിക്കണം. നമുക്ക് എല്ലാവർക്കും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ദേശത്തെ അങ്ങ് ഞങ്ങൾക്ക് ഇടം തന്ന ദേശത്തെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ താപനിലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചവനെ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഭാവമാറ്റങ്ങളെ, അതിൻ്റെ വ്യതിചലങ്ങളെ നിയന്ത്രിക്കുകയും കഴുത്തു പോന്നവനെ, കടലിനെ ശാസിച്ചുകൊണ്ട് കാറ്റിനോട് അടങ്ങാൻ കൽപ്പിച്ചവനെ, ഈ ചൂടിനോട് നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചൂടിൻ്റെ പ്രത്യാഘാതങ്ങൾ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും മരങ്ങൾക്ക് പോലും ബാധിക്കാതെ ഞങ്ങൾക്കിവിടെ ജീവിത സൗഹൃദമുള്ള ചുറ്റുപാടുകളെ അങ്ങ് പുനഃക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിചാരിതവും ആകസ്മികമായ അപകടങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന അപകടങ്ങൾ, എന്നെല്ലാം അങ്ങയുടെ മക്കളെ അങ്ങ് പരിപൂർണമായി സംരക്ഷിക്കണമെന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേട് നൽകിയവനെ, ഊമ്പന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗ്യപ്പെടുത്തിയവനെ,
തളർവാരോഗ്യം സുഖപ്പെടുത്തവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ കർത്താവേ, നിൻ്റെ തിരുനാമം സ്തുതി പറയുന്നു. ഈ പ്രാർത്ഥന ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ആശ്വസിക്കുകയും സൗഖ്യമാകുകയും ചെയ്യട്ടെ. കർത്താവെ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, കർത്താവെ, പരസ്പര സ്നേഹമില്ലാതെ കഴിയുന്നവർ, ജീവിതം തന്നെ ഭാരമായി തോന്നുന്നവർ, മനസ്സിന് നിരാശ ജീവിക്കുന്നവർ, തൊഴിൽഭാരമില്ലാത്തവർ, തൊഴിൽഭാരത്തോടെ ജീവിക്കുന്നവർ, കർത്താവെ, ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ, അവർക്ക് ഇന്ന് 12 മണിക്കൊണ്ട് തീരുമാനമെടുക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു. കർത്താവെ, ജീവിത മാർഗങ്ങൾ അറ്റുപോയവർ, മുട്ടിപ്പോയവർ, സാമ്പത്തിക ബാധ്യതകളായും ജീവന നടപടികളായും ഭീഷണീയമായ സാഹചര്യം ജീവിക്കുന്നവർ, കർത്താവെ, മക്കളില്ലാത്തവർ, കർത്താവെ, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ആ ലക്ഷ്യം നേടാൻ വേണ്ടി രാത്രിയും പകലും പ്രാർത്ഥിച്ചും ഉടമ്പടി ചെയ്തും ഉടമ്പടി കാര്യങ്ങൾ നിർവഹിച്ചുമൊക്കെ ജീവിച്ചു പോകുന്നവർ, കർത്താവെ, അവരെല്ലാം ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ യാത്രക്കാരെ ആശീർവദിക്കുന്നു, ഇൻ്റർവ്യൂ ഉള്ളവരെ ആശീർവദിക്കുന്നു, പരീക്ഷക്കാരെ ആശീർവദിക്കുന്നു, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ ആശീർവദിക്കുന്നു. ഉന്നതമായ റിസൾട്ടിനാൽ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ. ഉപരി പഠനത്തിനും ഉപരി ജോലിക്കും ഉപരി യാത്രയ്ക്കും വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നിന്നിൽ വർഷിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മുടെ ജീവിത മേഖലകളിലെ നമുക്ക് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലോ. ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ജന്മവാസനകൾ, ജീവിക്കാൻ വേണ്ടിയുള്ള വാസനകൾ. ഈ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ജന്മവാസനകൾ അതിനകത്തെല്ലാം ഉണ്ടല്ലോ. നമ്മളുടെ നീഡ്സ്, ആവശ്യങ്ങൾ, നീഡ് ടു ബി സേഫ്, അതിൻ്റെ ഒരു ആവശ്യമാണ്. അതിലാണ് നമ്മൾ വീടൊക്കെ കെട്ടണത്. അത് ജന്മവാസനയാണ് ശരിക്കും. നീഡ് ടു ബി സേഫ് എന്നുള്ളതിൻ്റെ സുരക്ഷിതയായിരിക്കുക. എന്താണ്? സ്റ്റാൻഡ് സേഫ്. അതുപോലെ തന്നെ അതിൻ്റെ മറുപുറം, ആ ഒരു നാണയത്തിൻ്റെ മറുപുറമാണ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, മരണവാസനകളുണ്ട്. ആത്മഹത്യയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ അനാവശ്യമായ ഭയങ്ങൾ വരുമല്ല. ഈ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മളെ പുറകിൽ നിന്ന് വലിക്കുന്നത് ഈ ഡെത്ത് ഇൻസ്റ്റിങ്ക്ട്സാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അത് എപ്പോൾ വരുമെന്നറിയാൻ പറ്റത്തില്ല. അത് വരും, പക്ഷേ അത് നമ്മളെ ഇന്ന് ഓരോ കാര്യത്തിനും
പല ആൾക്കാരും ഗതി പിടിക്കാതെ വളരാത്തതിൻ്റെ കാര്യം ചില പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇവരെന്ത് റിസ്ക് എന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും റിസ്കിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ അകത്തൊരു 50% റിസ്ക് ഫാക്ടറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹസമാണെന്ന്, നമുക്ക് പണി കിട്ടുമെന്നുള്ളതാണ്. ഇനി ഈ റിസ്ക് ഫാക്ടർ ഉണ്ടല്ലോ, അത് കവർ ചെയ്യാൻ പറ്റും നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ബി ദെയർ മേ ബി, ബട്ട് വി ക്യാൻ ബൈൻഡ് ഇറ്റ്. നമുക്കതിന് ഒരു എന്താണ് അതിനെക്കുറിച്ച് ഫെൻസ് ചെയ്യാൻ പറ്റും, വേലി കെട്ടി. അത് നമ്മളല്ല ചെയ്യണത്, ദൈവമാണ് ചെയ്യണത്, ദൈവമാണ് ചെയ്യേണ്ടതും. അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്നൊക്കെ പറയത്തില്ലേ, സർപ്പങ്ങളെ കയ്യിലെടുക്കും. അപ്പോൾ സർപ്പങ്ങളെ കയ്യിലെടുക്കാതെ ജീവിക്കാമെന്ന് പറ്റത്തില്ല. സുവിശേഷം കൈമാറ്റാത്ത സമയത്ത് ഇത് പറയണത്, സുവിശേഷം കൈമാറണം. അപ്പോൾ സർപ്പങ്ങളൊക്കെ പൊങ്ങി വരും, അവരെ നമ്മൾ കയ്യിലെടുക്കണം. അല്ലാതെ അവിടെ കഴുത്തേക്ക് കയറിയിട്ടില്ല ഞങ്ങൾക്കിഷ്ടമുള്ള ഇത് ഇന്ത്യൻ ഭരണഘടനയാണ്, ഇവിടെ എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെയൊന്നും വലിയ ഡയലോഗൊന്നും പിടിച്ചു പോകേണ്ട കാര്യമില്ല. യു ജസ്റ്റ് പ്രേ ഓവർ ഇറ്റ്. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞില്ലേ, ഞങ്ങളെ ആശുപത്രിയിൽ പത്രം കൊടുക്കാൻ അവർ സമ്മതിച്ചില്ല, ഞങ്ങളെ പറഞ്ഞ് പുറത്താക്കി. അപ്പം ഞങ്ങൾ വെയിലത്ത് നിന്ന് കൊന്തയും ചെല്ലിട്ട് പഠിക്കാൻ നിന്ന് കൊടുത്ത് തീർക്കും, അത്രേ ഉള്ളൂ കാര്യം. പക്ഷെ അവർ വെയിലത്ത് നിന്ന് നമ്മൾ കൊന്തയിലണ കാണുമ്പോൾ അവർക്കൊരു നമ്മളോടൊക്കെ ഒരു സഹതാപം. അത് വേറെ ആരും ഉപദ്രവിക്കാൻ വന്നതല്ലല്ല. അത് പറയുമ്പോൾ കൊടുത്തുള്ളൂ കേട്ടോ, എപ്പോഴും ഇത് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് എന്നാൽ കൊടുക്കാൻ അനുവദിക്കും. അത് സർപ്പങ്ങളെ കയ്യിലെടുത്ത് എന്താ കാര്യം, അവർ വെയിലത്ത് നിന്ന് കൊന്തയിലണത് ഈ പുറത്താക്കിയ സെക്യൂരിറ്റി കണ്ട്, അതാണ് വിഷയം. അപ്പോൾ ഇത് ഈശോ പറഞ്ഞതാണ്, സുവിശേഷകൻ്റെ ഒരു മോഡ് ഓഫ് ആക്ഷനാണിത്. ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. പക്ഷെ അപ്പോൾ സർപ്പങ്ങൾ വരും, അവരെ നമ്മളെ കയ്യിലെടുക്കണം. പിന്നെ മാരകമായ എന്ത് കഴിച്ചാലും നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ഒരു കാര്യത്തിനും ദൈവം അതിൻ്റെ ഉപദ്രവവശങ്ങൾ ദൈവം കൈകാര്യം ചെയ്യുന്നതിൻ്റെ അർത്ഥം. അപ്പം ആ ധൈര്യം ഉണ്ടാണ് നിങ്ങൾക്ക്. മർക്കോസ് 16:18 അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അതവരെ ഉപദ്രവിക്കുകയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉപദ്രവത്തിൻ്റെ ജീവിതത്തെ ഈശോ കൈകാര്യം ചെയ്തോളൂ എന്നതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്, ഞാൻ നിങ്ങളുടെ കൂടെ കാലത്തിൻ്റെ അവസാനം വരെ, ഇതിൻ്റെ കൂടെ വരേണ്ടതാണതേ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മർക്കോസ് ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറയുമ്പോൾ മത്തായി പറയും, പോകുന്നവൻ്റെ കൂടെ ഞാനുണ്ടാകും. സർപ്പങ്ങൾ കയ്യിലെടുക്കും നിങ്ങൾ, മാരകമായ എന്ത് കഴിച്ചാലും ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. മത്തായി 28:20 യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണ എന്ത് വകുപ്പിലാണ്? മത്തായി 28:19 ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വരുന്നത് അവരെ വെള്ളമൊഴിച്ച് ജ്ഞാനസ്നാനപ്പെടുത്തണമെന്നല്ല എൻ്റെ അടുത്ത, ജ്ഞാനത്തിൻ്റെ സ്നാനം കൊടുക്കണം. അറിവ്, കർത്താവിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് കൊടുക്കണം. അതായത് ജ്ഞാനസ്നാനം, കർത്താവിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കണം. അങ്ങനെ അറിവ് കൊടുത്താൽ എന്തായാലും അതാണ്. പിന്നെ അടുത്ത വഴി എന്താണ്, ഞാൻ പഠിപ്പിച്ചുള്ളവരെ അവരെ അഭ്യസിക്കുവേൻ. അപ്പം അങ്ങനെ കൊടുത്താൽ ഗുണം എന്താ, അങ്ങനെ കർത്താവിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ, അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, യുഗാന്ത്യം വരെ നിൻ്റെ കാലത്തിൻ്റെ, നീ എന്നാ മരിക്കണത് അതാണ് നിൻ്റെ യുഗാന്ത്യം. വേറെ ഒരു എസ്കത്തോളജി ഉണ്ട്, അതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൂമി, നമ്മുടെ ആകാശമുണ്ട്. അതെന്താ, അത് നമ്മൾക്ക് നമ്മളിവിടെ നിൽക്കുന്നിടത്തോളം കാലം എവിടെയാണ് നടന്നു തീരണത് അത് നമ്മുടെ ഭൂമി, എവിടെയാണ് നമ്മുടെ സമയം തീരണത് അത് നമ്മുടെ ആകാശം. അപ്പോൾ അതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്താൻ എപ്പോഴും പ്രേക്ഷിത പ്രവർത്തനമാണ് കേട്ടോ, വിശ്വാസ കൈമാറ്റമാണ്. അതിന് ഊന്നൽ നൽകാതെ
നിങ്ങൾ വേറെ എന്ത് സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടും വലിയ കഥയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് സുവിശേഷം കൊടുക്കുക, കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കാത്തിരിക്കുമ്പോഴത്തേക്കും കൃപ നിറയും. നിങ്ങളറിയാതെ കൃപ കാണാൻ പറ്റില്ല, നിങ്ങളകത്ത് ദൈവശക്തി നിറയും. കൃപയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് നിറയും. അത് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അങ്ങ് ശ്രമിക്കണം, ദൈവവചനം അനുസരിക്കാൻ ശ്രമിക്കണം. ദൈവവചനം അനുസരിക്കുമ്പോൾ അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണത വരും. പൂർണ്ണത ആരാ? ഈശോ തന്നെ വരും. അതാണ് ഈശോ പറയണത്. യോഹന്നാൻ 14:23 പറയണത്, 14:23 എൻ്റെ വചനം അനുസരിക്കുന്നവർ എന്നെ സ്നേഹിക്കും, എന്നെ സ്നേഹിക്കുന്നവരിൽ ഞാനും എൻ്റെ പിതാവും വന്ന് വസിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവവചന അനുസരണ ദൈവസ്നേഹമാണ്. ദൈവവചനം അനുസരിക്കുമ്പോൾ പിതാവ് പുത്രനും വന്ന് ഈശോയും വന്ന് നമ്മളിൽ വസിക്കും. വസിക്കുമ്പോൾ പൂർണ്ണതയാണ് വസിക്കുന്നത്. ദൈവമാണ് പൂർണ്ണത. പെർഫെക്റ്റ് ഈസ് ഗോഡ്. 5:48 പറയണത്, മത്തായി 5:48 പറയണത്. അപ്പോൾ ദൈവം വസിക്കുമ്പോൾ അത് 1 കൊരിന്ത്യർ 13:10 അവിടെ സംഭവിക്കും. അപൂർണത എല്ലാം വിട്ടുപോകും. നിങ്ങളുടെ ജീവിതത്തിൽ നോക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കടങ്ങൾ, വലിയ കടങ്ങൾ, അതെല്ലാം പതുക്കെ പതുക്കെ വിടും. അതാണ് ഉടമ്പടി. ദൈവം വന്ന് വസിക്കണം, നമ്മളിലേക്ക് വസിക്കണം. അതിന് ഈ മെത്തേഡാണ്, അനുസരണയാണ്. ദൈവവചനം അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറയണത് ദൈവവചനം അനുസരിക്കാനാണ്. അതിന് സഹനത്തെ ഏറ്റെടുക്കണം, എന്നിട്ട് ദൈവവചനം അനുസരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം നമ്മളിലേക്ക് വസിക്കുമ്പോൾ അപൂർണതയെല്ലാം വിട്ടുപോകും. കുട്ടികളുടെ രോഗം വിട്ടുപോകും, നിങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളെല്ലാം വിട്ടുപോകും. പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തിട്ടും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത് ഇതുകൊണ്ടാണ്. ക്ഷമിക്കാൻ സാധിക്കാത്തത് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ആ സഹനം, അവർ തന്ന സഹനത്തെ നമുക്ക് ഏറ്റെടുക്കാൻ വയ്യ. ആ ഏറ്റെടുക്കണമെങ്കിൽ നിനക്കൊരു ബോധ്യം ഉണ്ടാകണം. ഇത് ദൈവം അറിഞ്ഞുകൊണ്ടാണ് നിനക്ക് സംഭവിച്ചിരിക്കണം. ദൈവം അറിയാതെ ഒരാൾക്ക് നിന്നെ തൊടാൻ സാധിക്കില്ല, നിന്നെ നോക്കാൻ സാധിക്കില്ല, നിനക്കെതിരെ നാവ് പൊങ്ങില്ല. ദൈവം അനുവദിച്ച് തന്നതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നമുക്ക് മുറിവുകളുണ്ടാവും. നമ്മളെ ഭാര്യ ഇങ്ങനെ പറഞ്ഞല്ലോ, ഭർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ നമ്മളോട്, അമ്മ ഇങ്ങനെ ചെയ്തല്ലോ, അമ്മായിയമ്മ ഇങ്ങനെ ചെയ്തല്ലോ എന്ന്. അവരുടെ നാവ് പൊങ്ങില്ല ഈശോ അനുവദിക്കാതെ. പ്രൈസ് ദി ലോർഡ്. ഈശോ അനുവദിക്കുന്നത് നിന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നീ മനസ്സിലാക്കണം. അതാണ് ദൈവസ്നേഹം. അപ്പോൾ ദൈവസ്നേഹം നിറയുമ്പോൾ ദൈവം എപ്പോഴും സംരക്ഷണമായിരിക്കും നിനക്ക്. പ്രൈസ് ദി ലോർഡ്. ഇത് എപ്പോഴും ദൈവത്തെക്കുറിച്ചൊരു വിചാരം നമുക്ക് ഉണ്ടാകും. ഞാൻ എൻ്റെ ഇപ്പോൾ ഷാർജ ധ്യാനത്തിന് അച്ഛൻ്റെ കൂടെ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ഞായറാഴ്ച എൻ്റെ കോയമ്പത്തൂർ പ്രാർത്ഥനാ സെൻ്റർ ഉണ്ട്. എനിക്ക് ഒരു 10 ഏക്കറിലാണ് ഞങ്ങൾ ഹോളൊക്കെ കിട്ടി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ തൊട്ടടുത്ത ഭൂമിയും എൻ്റെ തന്നെയാണ്. അവിടെ ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വില്ലാസ് കെട്ടാൻ വേണ്ടിയിട്ട് അത് ക്ലീൻ ചെയ്ത് അതിന് റോഡിട്ട് ഡ്രെയിനേജൊക്കെ ഇട്ട് അത് ഗവൺമെൻറ് അപ്രൂവൽ വാങ്ങിച്ചിരിക്കുക. ഗവൺമെൻറ് അപ്രൂവലൊക്കെ തന്ന്, പക്ഷേ ആ സ്ഥലത്തിൻ്റെ തൊട്ട് മുമ്പിൽ എൻ്റെ ഫ്രണ്ടേജ് അതിൻ്റെ റൈറ്റ് സൈഡ് പുറമ്പോക്കിൽ ഒരു അമ്പലം ചെറുതായിട്ട് ആൾക്കാരൊക്കെ കൂടി കെട്ടിവെച്ചിരിക്കുക. വെറുതെ ഒരു രൂപം വെച്ച്, ഗണപതിയുടെ രൂപം വെച്ച് അങ്ങനെ കെട്ടിയിരിക്കുക. അത് അമ്പലം ആ സൈഡിലുണ്ട്, അത് ഞാൻ മാനിക്കുന്നുണ്ട്, അവരുടെ വിശ്വാസത്തിന് മാനിക്കുന്നുണ്ട്. ആ ഷെഡൊക്കെ അവർ എന്നോട് ഡൊണേഷൻ ചോദിച്ചപ്പോൾ ഈ ഷെഡൊക്കെ ഞാൻ തന്നെയാണ് പണിഞ്ഞു കൊടുത്തത്. പക്ഷേ ഇവരെന്ത് ചെയ്ത് എൻ്റെ ഫ്രണ്ടേജ് എല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് അവർ കയ്യേറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പോയി അവിടെ ക്ലീൻ ചെയ്യാൻ പോയാലും ഇവർ പ്രശ്നം ഉണ്ടാക്കും. ഇത് അമ്പലത്തിൻ്റെ സ്ഥലമാണെന്ന്. അമ്പലം ഇരിക്കുന്ന ആ മൂലയ്ക്കാണ്, പക്ഷേ എൻ്റെ ഫ്രണ്ടേജ് മൊത്തം ഇവരെടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ മതിൽ കെട്ടി വെച്ചിരിക്കുക, അതിൻ്റെ മുമ്പിലെല്ലാം ഇവരെടുത്ത് അങ്ങോട്ട് കയറാൻ സമ്മതിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എനിക്ക് അപ്രൂവൽ കിട്ടിയപ്പോഴത്തേക്ക് റോഡും ഡ്രെയിനേജും വന്നത് ഈ മതിൽ പൊളിച്ച് മെയിൻ റോഡിലേക്ക് വരണം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടേജ് അടച്ചിട്ടിരിക്കുക. ഞാൻ ഇതിങ്ങനെ കുറേ വിചാരിച്ചുകൊണ്ടിരിക്കുക, ഇത് പ്രശ്നമാവും, എന്ത് ചെയ്യും. ഇവരെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്.
പാർട്ടിക്കാർ ഇവരെല്ലാം കൂടി അവിടെ ഒന്നാമത് കാശ് വാങ്ങിക്കാനും ഇത് ലീഗലി ഇല്ല, ഇല്ലീഗലായിട്ട് വെച്ചിരിക്കുക. അപ്പം ഞാൻ ഞായറാഴ്ചയാണ് ആ റോഡ് പണിയെല്ലാം തീർന്ന് എനിക്ക് അപ്രൂവലിന് ഇൻസ്പെക്ഷന് വരും. അതിനു മുമ്പ് ഈ ഡ്രെയിനേജ് വർക്ക് തീർക്കണം, ഈ മതിൽ പൊട്ടിച്ച് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇങ്ങോട്ട് വരണം. ഞാനിത് 3-4 ആഴ്ചയായിട്ട് ഇങ്ങനെ ഓർത്തിട്ട് ഇത് വലിയ പ്രശ്നമാവുമല്ലോ. ഒന്നാമത് നമ്മൾ ഇവിടെ പ്രാർത്ഥന നടത്തുന്നു, അതിന് എതിർപ്പാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ അവിടെ ഞായറാഴ്ച എൻ്റെ കോൺട്രാക്ടർ വിളിച്ചിട്ട് പറഞ്ഞ് നാളെ ഇൻസ്പെക്ഷൻ വരും, ഇന്ന് ഈ മതിൽ പൊളിച്ച് ഇത് ക്ലീൻ ചെയ്ത് ഡ്രെയിനേജ് ഇങ്ങോട്ട് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് പ്രാർത്ഥനയാണ്, ഞായറാഴ്ച പ്രാർത്ഥനയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ആൾക്കാരെല്ലാം കൂടി 100 കൂടുതൽ ആൾക്കാർ വരും. നേരെ എൻ്റെ കോമ്പൗണ്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ പൊളിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അവിടെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ആളും കൂടി ഇരിക്കുക നടക്കും. അപ്പോൾ ആരെങ്കിലും വിളിക്കണമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ അവിടെ നിന്നുകൊണ്ട് കൊന്ത കയ്യിലുണ്ട്. ആരെ വിളിക്കാൻ? ഇനി DMK-കാരെ വിളിക്കണം, പാർട്ടിക്കാരെ വിളിക്കാനാണ്? ഇല്ല, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്താൽ പോലീസ് പറയും ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് പറയും, നീ ഒന്നും ഇപ്പോൾ പൊളിക്കേണ്ട, ഇത് ആൾക്കാരായിട്ട് പ്രശ്നമൊന്നും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെ വിളിക്കും ദൈവമേ? ഞാനാണെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് കയറണം. 11:30 മണിക്ക് 12 മണിക്ക് എൻ്റെ ശുശ്രൂഷയാണ്. അപ്പോൾ 11:30 മണിയായി. ഇവിടെ അകത്ത് കയറുമ്പോൾ ഇവന്മാരെല്ലാം കൂടി അകത്ത് കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ആരാധന വയ്ക്കാൻ ദിവ്യകാരുണ്യം തിരുവോസ്തി കൊണ്ടുവരുന്നത് അച്ഛനാണ്. അവിടെ അമൽ ഫാദറാണ് കൊണ്ടുവരുന്നത്. അതൊക്കെ ദൈവം അനുഗ്രഹിച്ച് ഒരു ആത്മീയരുടെ പ്രാർത്ഥനയ്ക്ക് ആരാധന വയ്ക്കാമെന്ന് പറഞ്ഞാൽ അത് മാതാവ് തന്നെ സഹായിച്ചതാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ജീപ്പിൽ അച്ഛൻ ഇങ്ങനെ പോകണം. അപ്പോഴാണ് ഓർമ്മ തന്നെ, വലിയ ആൾ ഈശോനേക്കാളും വലിയ ആളാരും ഇല്ലല്ലോ. ഈശോയിലെ അകത്തിരിക്കുന്ന ഈശോയേക്കാളും വലിയ ആളില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് JCB-കാരനോടും കോൺട്രാക്ടറോടും പൊളിച്ച് പണിയെന്ന് പറഞ്ഞു ഞാൻ. അതാണ് ബോധ്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പൊളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടെ നിന്നൊരു 200 മീറ്ററേ ഉള്ളൂ എൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി. ഞാൻ പ്രാർത്ഥനയ്ക്കകത്ത് കയറി, പ്രാർത്ഥനയ്ക്ക് കയറിയില്ല. അവിടെ എൻ്റെ മാനേജർ വിളിച്ച് ഒരു 100-110 പേര് ആൾ കൂടി, പെണ്ണുങ്ങളും ആണുങ്ങളും വന്ന് കൂടി പ്രശ്നമാണ്. അവിടെ പോലീസ് വന്നെന്ന് പറഞ്ഞു. പോലീസ് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാനേജറോട് പറഞ്ഞ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാന്ന് ചോദിച്ചു. ഇല്ല, പറഞ്ഞിട്ടില്ല എന്ന്. നീ പറ, ഞാൻ ഒരു 1:30 മണിക്ക് അവിടെ വരാമെന്ന്, എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരാമെന്ന്. അവിടെ പ്രശ്നം നടക്കുക. അവർ അവിടെ ഭയങ്കര ബഹളമാണ്. അമ്പലം പൊളിച്ചിട്ടൊന്നുമില്ല. അമ്പലം അവിടെ ഇരിക്കുക, സ്ഥലം എൻ്റെ മതിലാണ്, അത് പൊളിച്ചു. അപ്പോൾ ഇവർ പ്രശ്നമൊക്കെ വലിയ അകത്ത് കയറിയിട്ട് വലിയ പ്രശ്നമാണ്. ഞാൻ എന്ത് ചെയ്തത്, ഇതൊന്നും ആരെ അറിയിച്ചില്ല. നേരെ അകത്ത് പോയി ആരാധന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിപ്പിക്കുന്നത് ഞാനാ. അവിടെ ആരാധിപ്പിച്ച് എൻ്റെ സ്പീച്ചും കൊടുത്ത് ഞാൻ പുറത്തു വന്ന് അതിപ്പോൾ വിസ്തരിക്കാൻ പറ്റില്ല. ഇപ്പോൾ പ്രശ്നം എന്തായി, അത് മൊത്തം പ്രശ്നം സെറ്റിലായി, അത് ക്ലീനായി, അതവിടെ ഡ്രെയിനേജും കെട്ടി, ഇവർ പിടിച്ചു വെച്ചിരിക്കണ മൊത്തം സ്ഥലവും ക്ലീനായി എൻ്റെ ഇതിലേക്ക് വന്നു. അത്രയ്ക്കുമാണ്. അതാണ് ദൈവമായിട്ടുള്ളൊരു ബോധ്യം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു അനുഭവമാണ് നമുക്ക്. പക്ഷേ അനുഭവം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് യെശയ്യാ 43:2 നീ തീ കൂടി നടന്നു പോയാൽ നീ ചൂടേക്കില്ല, അതേപോലെ കടലിൽ കൂടി നടന്നാലും നീ മുങ്ങിപ്പോകില്ലെന്ന് ദൈവം വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വാഗ്ദാനം നമുക്ക് അനുഭവമായിട്ട് മാറണമെങ്കിൽ നമ്മൾ തീ കൂടി ഒന്ന് നടന്നു നോക്കണ്ടേ. നമ്മൾ തീവ് കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചിട്ട് മാറി നിൽക്കും. അതാണ് പ്രശ്നം. എൻ്റെ ദൈവം കൈപിടിച്ച് നടക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ തീ കൂടി നടന്നു പോകില്ല, നന്ദി പറഞ്ഞ് നടക്കില്ല. നമ്മൾ അകത്ത് പോയില്ലെങ്കിൽ എങ്ങനെയാണ് അനുഭവം കിട്ടുക? പിന്നെ പേടിച്ച് നിൽക്കും. തീയെ കാണുമ്പോൾ അന്ന് ഇത് തീയാണ്, മതിൽ പൊളിക്കാമെന്ന് ഞാൻ പറഞ്ഞ തീയ പൊളിച്ച് നോക്കിയപ്പോഴല്ലേ എനിക്ക് അനുഭവം കിട്ടിയ, എനിക്ക് പൊള്ളലേക്കില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കണം. നീ തീ കൂടി നടന്നു പോയാൽ പൊള്ളലേക്കില്ലെന്നാണ് ദൈവം പറഞ്ഞേക്കാം. വെറുതെ തീയിൽ നിന്ന് മാറി നിന്നാ പൊള്ളലേക്കില്ലെന്നില്ല വാഗ്ദാനം. അപ്പം നിനക്കൊരു സഹനത്തെ കൂടി നടന്നു വരുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവം കൂടെ ഉള്ള അനുഭവം കിട്ടണമെങ്കിൽ സഹനത്തിൽ പിരിവിറുക്കാതെ സങ്കടപ്പെടാതെ നടന്നു പോകണം. ദൈവത്തെ കൂടെ വയ്ക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണത കിട്ടണം. ആ ജീവിതം പൂർണ്ണതയിൽ ജീവിക്കണം. ഞാൻ വന്നത്
ജീവനുണ്ടാകാനും അത് സമൃദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 10:10 പറയുന്നത് അത് നീ അപൂർണതയിൽ ജീവിക്കാൻ വേണ്ടിയില്ല, സമൃദ്ധിയിൽ ജീവിക്കണം. നിന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ആഗ്രഹം തോന്നിക്കണം ഈ ജീവിതം ഞാനും കൂടി ജീവിക്കണമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.